തൊണ്ട നനയ്ക്കാൻ പോലും ഇനി ഒരിറ്റു വെള്ളം പോലും പാകിസ്ഥാന് നൽകില്ലെന്ന് ഉറച്ച നിലപാടിൽ ഇന്ത്യ. സിന്ധു നദീജല കരാർ താൽക്കാലികമായി നിർത്തിവെച്ചതിന് പിന്നാലെ തന്നെ പാകിസ്ഥാനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ടുള്ള ഇന്ത്യയുടെ നീക്കങ്ങൾ ഇപ്പോൾ പാകിസ്ഥാനെ ഭയപ്പെടുത്തുകയാണ്. ഇനി ഒരിറ്റു വെള്ളത്തിനായി പാകിസ്ഥാൻ ചൈനയുടെ മുന്നിൽ പോലും കുമ്പിട്ട് നിൽക്കേണ്ട ഗതികേടാണ് അവർക്ക് വരുന്നത്. സിന്ധു നദീജല കരാറിൽ ഇന്ത്യയോട് മല്ലിടാൻ ഇനി പാകിസ്ഥാന് കഴിയില്ല എന്നത് വ്യക്തമാവുകയാണ്. പാകിസ്ഥാനിലെ ജനങ്ങളെ വെള്ളം പോലും നൽകാതെ തന്നെ പട്ടിണിക്കിട്ട് കൊല്ലാക്കൊല ചെയ്യുമെന്നതാണ് ഇപ്പോൾ ഇന്ത്യ ഇവിടെ ചെയ്യുന്നതെന്ന ആക്ഷേപമാണ് ഉയർന്നു കേൾക്കുന്നത്. അതുമാത്രമല്ല, പടിഞ്ഞാറൻ നദികളിലെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ അതിവേഗം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനോടൊപ്പം തന്നെ പാകിസ്ഥാനുമായി ജലശാസ്ത്ര വിവരങ്ങൾ പങ്കിടുന്നതിനും ഇന്ത്യ അവസാനിപ്പിച്ചതോടുകൂടി തന്നെ ഇസ്ലാമാബാദിൽ കടുത്ത ആശങ്ക ഉയർന്നിരിക്കുകയാണ്. ചെനാബ് ബിയാസ് ലിങ്ക് ടേണും അതുപോലെ തന്നെ റൺവീർ കനാൽ വിപുലീകരണവും ഉൾപ്പെടെയുള്ള പ്രധാന പദ്ധതികൾക്ക് വേഗം കൂട്ടിയതോടുകൂടി തന്നെ രാജ്യത്തെ 80% ജനങ്ങളുടെ ജലസുരക്ഷ തന്നെ ഭീഷണിയിലാണ് എന്നതാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത്. വെള്ളത്തെ ചൊല്ലി യുദ്ധം വരെ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുമായി തന്നെ പാക് മന്ത്രിമാർ രംഗത്തെത്തിയ സാഹചര്യത്തിൽ സിന്ധു നദീജല കരാറിനെ ഇന്ത്യ തന്ത്രപരമായ സമ്മർദ്ദ ആയുധമാക്കി ഉപയോഗിക്കുകയാണ് എന്നതാണ് ഇവിടെ ഒരു വലിയ രീതിയിൽ ഉയർന്നു കേൾക്കുന്ന, പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും ഉയർന്നു കേൾക്കുന്ന ആരോപണം. ഇന്ത്യയുടെ പുതിയ ജലനയവും അടിസ്ഥാന സൗകര്യ വികസനവും ദക്ഷിണേഷ്യയിലെ നയതന്ത്ര സുരക്ഷാ സമവാക്യങ്ങളെ പുതിയ ഘട്ടത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. മാത്രമല്ല, പാകിസ്ഥാൻ ആകട്ടെ ഇന്ത്യയെ കൂടുതലായി തന്നെ ഭയപ്പെടുന്നുണ്ട്. ഇന്ത്യൻ പദ്ധതികളെ കുറിച്ച് പാകിസ്ഥാൻ പലതവണ ഇവിടെ വലിയ രീതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ അവരുടെ യഥാർത്ഥ ഭയം ഇതിനപ്പുറമാണ്. ഇന്ത്യയുടെ ഒഴുകുന്ന വെള്ളത്തിന്റെ നിയന്ത്രണം ലഭിക്കുമെന്ന് ഇസ്ലാമാബാദ് വലിയ രീതിയിൽ ഭയപ്പെടുന്നു. അടുത്തിടെ തന്നെ ഇന്ത്യയുടെ ജലവൈദ്യുത മന്ത്രിയായ CR പാട്ടീൽ ആകട്ടെ 2028 ആകുമ്പോഴേക്കും ഒരു തുള്ളി വെള്ളം പോലും പാകിസ്ഥാനിലേക്ക് എത്തിക്കാൻ അനുവദിക്കില്ല എന്ന പ്രസ്താവന നടത്തിയിരുന്നു. ഈ പ്രസ്താവന ഇന്ത്യൻ പദ്ധതിയെക്കുറിച്ച് പാകിസ്ഥാനിൽ ആശങ്ക ഉയർത്തുന്നുണ്ട്. സിന്ധു നദീജല ഉടമ്പടിയിൽ ഇന്ത്യയുടെ കടുത്ത നിലപാടിനെ തുടർന്നുകൊണ്ട് തന്നെ പാകിസ്ഥാൻ പ്രതിരോധ നടപടികൾ ചർച്ച ചെയ്യുന്നുണ്ട്. ജലപ്രശ്നത്തെ ആക്രമിക്കുന്നതിൽ നിന്ന് ന്യൂഡൽഹിയെ തടയുന്നതിനുള്ള രാഷ്ട്രീയ സംരംഭങ്ങൾ, നയതന്ത്ര പ്രചരണങ്ങൾ, തന്ത്രപരമായ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ ഈ നടപടികളിൽ ഉൾപ്പെടുന്നവയാണ്. ജലപ്രശ്നം ദേശീയ സുരക്ഷയുടെ വിഷയമാണ് എന്നും പാകിസ്ഥാന്റെ രാഷ്ട്രീയ സൈനിക നേതൃത്വം ആവർത്തിച്ച് ഊന്നി പറയുന്നുണ്ട്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അതുമാത്രമല്ല, പാകിസ്ഥാൻ ചൈനയുടെ സംരക്ഷണയിലാണ്. സിന്ധു നദീജല ഉടമ്പടിയെ കുറിച്ച് പാകിസ്ഥാൻ അടുത്തിടെ ഇസ്ലാമാബാദിൽ ഒരു അന്താരാഷ്ട്ര സെമിനാർ നടത്തിയിരുന്നു. സെമിനാറിൽ സിന്ധു നാഗരികതയെ അടിസ്ഥാനമാക്കിയുള്ള സിന്ധു നദിയുടെ പൈതൃകത്തിന് പാകിസ്ഥാനെ ഒരു അവകാശവാദത്തിനായി പ്രഖ്യാപിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഈ വിഷയത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരേ ഒരു ഉയർന്ന നദീതീര രാജ്യമല്ല ഇന്ത്യ എന്നും ഇത് പ്രസ്താവിച്ചു. ഇത് തർക്കത്തിൽ ചൈനയുടെ പങ്കാളിത്തത്തെ സൂചിപ്പിക്കുന്നതാണ്. മാത്രമല്ല, സിന്ധുവും അതിന്റെ പ്രധാന പോഷക നദികളും ഹിമാലയത്തിലും അതുപോലെ തന്നെ മറ്റ് ടിബറ്റൻ പീഠഭൂമിയിലുമാണ് ഉത്ഭവിക്കുന്നത് എന്നത് ഒരു വിശകലനം പോലും ഇവിടെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. ആയതിനാൽ തന്നെ ഇനി ഏക ആശ്രയം ഇന്ത്യ ഇത്തരത്തിൽ പാകിസ്ഥാന് ഒരു തുള്ളി വെള്ളം കൊടുക്കുന്നില്ല എങ്കിൽ ഇനി അവർക്ക് ആകെ ആശ്രയിക്കാനുള്ള ഒരേ ഒരു സ്ഥലം എന്നത് ചൈനയിൽ നിന്ന് മാത്രമാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.